ചെമ്പനീർപ്പൂ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ശ്രുതി ഇൻ്റർവ്യൂവിന് പോയിരിക്കുകയാണ്. ശ്രുതിയുടേത് പറയുകയാണ്, ഇന്ന് ഞങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത് കാനഡയിലുള്ള ഒരു കമ്പനിയിലേക്കാണ്. ചോദിക്കുന്നുണ്ട്, എൻ്റെ സാലറി എത്രയാണ്? അതിൻ്റെ മുമ്പേ കുറേ ഫോർമാലിറ്റി ഉണ്ട്. 4 ലക്ഷം രൂപ കെട്ടിവെക്കണം. ശ്രുതി വിചാരിക്കുകയാണ്, 14 രൂപ പോലും എൻ്റെ അടുത്ത് എടുക്കാനില്ല. താങ്കൾ 14 ലക്ഷം രൂപ അടച്ചാൽ 1 മാസത്തിൻ്റെ ഉള്ളിൽ നിനക്ക് ജോലി കിട്ടിയിരിക്കും. ശ്രുതി പറയാണ്, എന്താ സാറേ ഇത്? നിങ്ങൾ ജോലി തരും, സാലറി തരും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഇപ്പോൾ നിങ്ങൾ എന്നോട് 14 ലക്ഷം രൂപ ചോദിക്കുന്നു. നല്ല സാലറി കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. ഡോളറായി കണക്ക് കൂട്ടിയ 3 മാസം കൊണ്ട് നിങ്ങൾ തരുന്ന 14 ലക്ഷം രൂപ സാലറിയായി കിട്ടും. ഇത് ചോദിക്കുകയാണ്, ഈ 14 ലക്ഷം രൂപ മാസം അടച്ചാൽ മതിയോ? അവർ ശ്രുതിയോടുത്ത് പറയാണ്, 14 ലക്ഷം രൂപ ഒരുമിച്ച് അടയ്ക്കണം, എന്നാലേ ജോലിയിൽ ജോയിൻ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ശ്രുതി വിചാരിക്കുകയാണ്, 14 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ബാങ്കിലിട്ട് ജോലിക്ക് പോവാതെ ഇരുന്നൂടെ? പിന്നെ കാണിക്കുന്നത് നമ്മൾ ശ്രുതിയെയാണ്. ശ്രുതിയുടെ അടുത്ത് അമ്മ ചോദിക്കുകയാണ്, നിനക്ക് വിശക്കുന്നില്ലേ? വാ ഭക്ഷണം കഴിക്ക്. ശ്രുതി പറയുകയാണ്, ശ്രുതി വന്നിട്ട് കഴിക്കാം, ഇപ്പം വരാനായല്ലോ. അങ്ങോട്ടേക്ക് സച്ചിയും അച്ഛനും വരുന്നുണ്ട്. അപ്പോൾ സച്ചി ചോദിക്കുകയാണ്, ഇൻ്റർവ്യൂയോ? അപ്പോൾ അവൻ ഇപ്പോൾ ജോലിക്ക് പോകുന്നില്ലേ? സച്ചി പറയാണ്, ഇപ്പോൾ ആ ജോലിയും പോയി. അച്ഛാ, ഞാൻ പറഞ്ഞതല്ലേ അവൻ ഒരു ജോലിയും ചെയ്യില്ല എന്ന്. ഇപ്പോൾ ഉണ്ടായിരുന്ന ജോലിയും കളഞ്ഞു. ശ്രുതി, എന്താ ഇതൊക്കെ? അവനിപ്പോൾ ആ ജോലിയും വിട്ടോ? അച്ഛൻ ചോദിക്കുന്നുണ്ട്. ശ്രുതി എന്താ പറയേണ്ടതെന്ന് ആലോചിച്ചിരിക്കുകയാണ്. അപ്പോൾ അമ്മ പറയുകയാണ്, അവന് ഇന്നാണ് ആ ജോലി വിട്ടത്. അപ്പം അമ്മ പറയുകയാണ്, അവൻ ചുമ്മാ ഒന്നും ജോലി വിടില്ല. അച്ഛൻ പറയുന്നുണ്ട്, അവനെന്താ അവിടുത്തെ ആൾക്കാർ വരട്ടത് കൊണ്ടാണോ അവിടുന്ന് ഓടിപ്പോകുന്നത്? പറയണ, നീ ഒന്നും മിണ്ടാതിരിക്കട്ടാ ചേട്ടാ, ഇപ്പം ഉള്ള ജോലിനേക്കായി ഉയർന്ന ജോലി അവനിക്ക് കിട്ടും, അതുകൊണ്ടാണ് അവൻ ഈ ജോലി വിട്ടത്. ഇത് പറയണേ, അതേ അങ്കിൾ, ജോലി കിട്ടിയിട്ട് പോരെ ബിൽഡപ്പ് കൊടുക്കുന്നത്? ഇൻ്റർവ്യൂവിന് പോയല്ലേ ഉള്ളൂ. ചേച്ചി പറയാണ്, അവനെ പറ്റി നമുക്കറിയില്ലേ, ഇൻ്റർവ്യൂ ചെയ്യുന്നവരെ അവൻ പഠിപ്പിക്കാൻ നിൽക്കും, അവനെ അവർ അവിടുന്ന് ചവിട്ടി പുറത്താക്കും. ഇത് പറയാണ്, അങ്കിൾ സുധീനെ കുറിച്ച് പറയുന്നത് കേട്ടില്ലേ? അച്ചി പറയാണ്, ഞാൻ തെറ്റൊന്നും പറഞ്ഞില്ലല്ലോ. ജോലി കിട്ടുന്നതിന് മുമ്പേ കിട്ടും എന്ന് കരുതി ഉള്ള ജോലി ആരെങ്കിലും വിടുവോ? മണ്ടൻ, ഡിഗ്രി വിഴുങ്ങിയവൻ ഒക്കെ സച്ചി പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന ശ്രുതി വരുന്നതാണ്. അമ്മേ എന്ന് വിളിച്ചാണ് വരുന്നത്. ശ്രുതി, നിന്നെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ ഞങ്ങൾ? ഇൻ്റർവ്യൂവിന് പോയതല്ലേ, ജോലി കിട്ടിയോ? നോക്കണ്ട, നിനക്കിപ്പോൾ ജോലി ഇല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. എന്തു പറ്റി നിനക്ക്? നീ എന്താ വല്ലാതിരിക്കുന്നത്? നിനക്ക് ജോലി കിട്ടിയില്ലേ?